വചനം 29 വാക്കർത്ഥം. ഇന്ന ഹാദിഹി നിശ്ചയമായും ഇത്, തദ്കിറത്തുൻ ഒരു ഉപദേശമാണ് അഥവാ സ്മരണയാണ്. ഫമൻ ഷാഅ ആകയാൽ ആർ ഉദ്ദേശിച്ചുവോ, ഇത്തഖദ അവൻ ഏർപ്പെടുത്തിക്കൊള്ളട്ടെ അഥവാ അവന് സ്വീകരിക്കാം, ഇല റബ്ബിഹി തൻ്റെ റബ്ബിങ്കലേക്ക്, സബീലൻ മാർഗം അഥവാ നേർവഴി. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി സബീലാ നിശ്ചയമായും ഇതൊരു മഹത്തായ ഉപദേശം അഥവാ സ്മരണയാകുന്നു. ആകയാൽ ആർ വേണമെന്നുദ്ദേശിച്ചുവോ അവൻ തൻ്റെ റബ്ബിങ്കലേക്ക് വേണ്ടുന്ന മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. വചനം 30 വാക്കർത്ഥം. വമാ തശാഊന നിങ്ങൾ ഉദ്ദേശിക്കുന്നതുമല്ല, ഇല്ലാ അൻ യശാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുന്നതായാൽ അല്ലാതെ. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, കാന അവനാകുന്നു, അലീമൻ സർവജ്ഞൻ, ഹക്കീമൻ അഗാധജ്ഞൻ അഥവാ യുക്തിമാനായവൻ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതുമല്ല. നിശ്ചയമായും അല്ലാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. വചനം 31 വാക്കർത്ഥം. യുദ്ഖിലു അവൻ പ്രവേശിപ്പിക്കും, മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ, ഫി റഹ്മതിഹി അവൻ്റെ കാരുണ്യത്തിൽ, വല്ലാലിമീന അക്രമികൾക്കോ, അഅദ്ദലഹും അവർക്ക് അവൻ ഒരുക്കിയിരിക്കുന്നു, അദാബൻ അലീമൻ വേദനയേറിയ ശിക്ഷ. യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി വദ്ദാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നു. അക്രമികൾക്കാകട്ടെ അവർക്ക് വേദനയേറിയ ശിക്ഷ അവൻ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. 29 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. 29-ാം വചനം പോലെ സൂറത്ത് മുസ്സമ്മിൽ 19-ലും കഴിഞ്ഞുപോയിട്ടുണ്ട്. അതേ ഉദ്ദേശ്യം തന്നെയാണ് ഇവിടെയും. ഈ സൂറത്തിൽ ഇതേവരെയായി പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെയും അവരുടെ എതിർപക്ഷക്കാരായ ദുർജനങ്ങളുടെയും സ്ഥിതിഗതികൾ പലതും വിവരിച്ചു. സന്തോഷവാർത്തകളും ഭയവാർത്തകളും പലതും കഴിഞ്ഞു. അനന്തരം മഹത്തായ ഒരു ഉപദേശമാണിതെന്നും വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെ എന്നും താക്കീത് നൽകി. തുടർന്നുകൊണ്ട് അതിപ്രധാനമായ ഒരു യാഥാർത്ഥ്യം അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന് ഏതൊരു കാര്യവും ഉദ്ദേശിക്കുവാനും അത് പ്രായോഗികമാക്കുവാനും സാധിക്കണമെങ്കിൽ അതിൽ അല്ലാഹുവിൻ്റെ ഉദ്ദേശ്യം കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ സന്മാർഗം സ്വീകരിക്കുന്നത് പോലും അല്ലാഹു ഉദ്ദേശിക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആരൊക്കെയാണ് സന്മാർഗം പ്രാപിക്കുവാൻ അർഹതയുള്ളവർ, ആരൊക്കെയാണ് അതിന് അർഹരല്ലാത്തവർ, എപ്പോഴാണതിൻ്റെ സന്ദർഭം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലാഹുവിന് ശരിക്കും അറിയാം. അതെ, അവൻ മാത്രമാണ് അതൊക്കെ അറിയുന്നവൻ. ഓരോ കാര്യവും യഥായോഗ്യം യുക്തമായ നിലയിൽ മാത്രം അവൻ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. നിശ്ചയമായും അവൻ എല്ലാം അറിയുന്ന സർവജ്ഞനാണ്, യുക്തിമാനും അഗാധജ്ഞനുമാണ്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. ഈ വിഷയകമായി 20-ാം വ്യാഖ്യാനക്കുറിപ്പിൽ വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട്. അവസാനമായി ഇതേവരെ സംസാരിച്ച വിഷയങ്ങളുടെ രത്നച്ചുരുക്കമെന്നോണം അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ തൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമെന്നും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ടെന്നും ഒന്നുകൂടി അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രമായിത്തീരുന്നവർ അഥവാ സജ്ജനങ്ങളായ ഭാഗ്യവാന്മാർ ആരായിരിക്കുമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതെ, അക്രമികളും തോന്നിയവാസികളുമല്ലാത്തവർ തന്നെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു
അക്രമികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുന്നതല്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തോന്നിയവാസികളായ ജനങ്ങളെയും അവൻ സന്മാർഗത്തിലാക്കുകയില്ല എന്നിങ്ങനെ സൂറത്തു സ്വഫിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് അവൻ്റെ വിധിനിർണയത്തിൽ തികച്ചും ന്യായമുണ്ടെന്ന് വ്യക്തമായല്ലോ. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ വൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറൻ വലഹുൽ ഹംദു വൽ ഫദ്ലു വൽ മിന്ന.